ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ക്ഷേത്രം. പിന്നെ ഞങ്ങൾ അകത്ത് തൊഴാനായി കയറി കേട്ടോ. ശ്രീകോവിലിനകത്ത് ക്യാമറ ഒന്നും അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴ മൊത്തം നനഞ്ഞാണ് ഞങ്ങൾ ഭഗവാനെ തൊഴുതത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്തും പുറത്തൊക്കെ തൊഴുതിറങ്ങി. അടുത്തായിട്ട് ഞങ്ങൾ പോയത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കായികോത്സവം എന്ന് പറയാം, ആറന്മുള വള്ളംകളി. നമുക്ക് ഒന്ന് കാണാൻ പോയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ വള്ളംകളി കാണാൻ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പമ്പാ നദിയിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. വള്ളംകളിയുടെ ഐതിഹ്യം എന്താണെന്ന് അറിയാമോ? ചിങ്ങമാസത്തിലെ തിരുവോണത്തോണയിൽ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ കാട്ടൂർ മങ്ങാട്ടിലെത്തുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ശത്രുക്കൾ അതിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടുത്തെ പള്ളിയോടങ്ങൾ തോണിയെ രക്ഷിക്കുകയും ചെയ്തു, അവരെ തുരുത്തുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആറന്മുള വള്ളംകളി ആഘോഷിക്കുന്നത്. അവരാർത്ത് വിളിച്ച് വരുന്നതും അവരുടെ ആയിട്ടുള്ള പാട്ടും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ കുറച്ചു നേരം കളിച്ചു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ആറന്മുള വള്ളംകളി പോലെ തന്നെ പ്രശസ്തമായ ഒന്നാണ് ആറന്മുള വള്ളസദ്യ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിംഗിലായിരുന്നു കേട്ടോ. അമ്മ ഇങ്ങനെ ഫോണും കൊണ്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് ആക്ഷൻസ് ഒക്കെ കാണിച്ചവിടെ ഇരുന്നു. ആറന്മുള വള്ളസദ്യയുടെയും പിന്നിലുണ്ട് കുറച്ച് ഐതിഹ്യങ്ങൾ. ആറന്മുള വള്ളസദ്യ എന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ.
ഐതിഹ്യമനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ പമ്പാ നദിയിലൂടെ 6 മുളങ്കൂട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചങ്ങാടത്തിൽ എത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അഷ്ടമി രോഹിണി നാളിലാണ് ഈ പ്രധാനമായും നടത്തുന്നത്. വള്ളസദ്യയിൽ 60-ലധികം വിഭവങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മളിനി പോകാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ ബൈ.